നമ്മുടെ പോലീസിൽ വൻ അഴിച്ചുപണി. 161 ഡിവൈഎസ്പിമാർക്കാണ് മാറ്റം. ഭരണമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ അഴിച്ചുപണി വൈകുന്നതിൽ കോൺഗ്രസിലെ അതൃപ്തിക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടപടി. ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു ആചാരമാണ്, സർക്കാർ മാറിയാൽ പുതിയ സർക്കാർ വരുമ്പോൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. അത് നമ്മുടെ നാട്ടിലെ എല്ലാ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ സർക്കാരും ചെയ്തു എന്ന് മാത്രം. വലിയ അഴിച്ചുപണിയാണോ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. പക്ഷേ ഇത്തവണത്തെ അഴിച്ചുപണിക്ക് ഒരു പ്രത്യേകതയുണ്ട് അരുൺ. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റും. പ്രധാനപ്പെട്ട SI റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറ്റാറുണ്ട്. അങ്ങനെ സ്ഥലം മാറ്റി കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ സാധാരണഗതിയിൽ തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ ഇത്തവണ സർക്കാർ അധികാരത്തിലെത്തി മാസം 2 കഴിഞ്ഞിട്ടും ഈ ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നു. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും കഴിഞ്ഞ കുറേ ദിവസമായി ഇതിൽ വലിയ അസംതൃപ്തിയിലുമായിരുന്നു. കാരണം അവർക്ക് പറ്റാവുന്ന ഉദ്യോഗസ്ഥർ അവരവരുടെ ബന്ധപ്പെട്ട സബ് ഡിവിഷനുകളിൽ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അതാത് രാഷ്ട്രീയ പാർട്ടികൾ അതാത് സ്ഥലത്ത് നേരിടുന്നുമുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിവിധിയായിട്ടാണ് നേരത്തെ അരുണ് പറഞ്ഞതുപോലെ ഭരണമാറ്റത്തിന് പിന്നാലെയുള്ള ഈ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. 161 ഡിവൈഎസ്പിമാർക്കാണ് സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ലോ ആൻഡ് ഓർഡറിൽ ഒന്നും ഇല്ലാതിരുന്ന കഴിഞ്ഞ 10 വർഷമായി ഏതൊക്കെയോ സ്ഥലങ്ങളിൽ മാറി നിന്ന ഉദ്യോഗസ്ഥരെല്ലാം പല പ്രധാന സബ് ഡിവിഷനുകളുടെയും ചുമതലക്കാരായി അവിടുത്തെ ഡിവൈഎസ്പിക്കാരായി വന്നു. പ്രധാനപ്പെട്ട നഗരങ്ങളിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ACPമാരായി പലരും വന്നു. ആ പട്ടിക പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. എന്തായാലും കഴിഞ്ഞ 10 വർഷം മാറി നിന്ന കുറേ ആളുകൾ, ലോ ആൻഡ് ഓർഡറിൽ മാറി നിന്ന കുറേ ആളുകൾ സുപ്രധാന പദവിയിലേക്ക് വന്നിട്ടുണ്ട്. കടുത്ത അസംതൃപ്തി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായതിന് പിന്നാലെയാണ് വളരെ പെട്ടെന്നുള്ള ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. 161 പേരെയാണ് പരസ്പരം എല്ലായിടങ്ങളിലേക്കും മാറ്റിയിട്ടുള്ളത്. അരുൺ, ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ടി വി പ്രസാദ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ അഴിച്ചുപണിയാണ് കേട്ടോ. പക്ഷേ കോൺഗ്രസ്സുകാർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് സമയം താമസിച്ചതിനകത്ത് ചില ആളുകൾക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് ടി വി പ്രസാദ് പറയുന്നത്. കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വന്ന് 2 മാസമായിട്ടും അവർക്ക് താല്പര്യമുള്ള രീതി എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നമില്ലേ? എല്ലാ കാലത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ആചാരം പോലെ പോകുന്നു. അവർക്കൊക്കെ താല്പര്യമുള്ള ആളുകളെ അവരുടെ ഡിവിഷനുകളിൽ കിട്ടാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആഗ്രഹിക്കും ഭരണമുള്ളപ്പോൾ. CPMന്റെ കാലത്താണെങ്കിലും ശരി, UDFന്റെ കാലത്താണെങ്കിലും ശരി. കഴിഞ്ഞ സർക്കാർ വന്നപ്പോഴാണ് രാഷ്ട്രീയ അതിപ്രസരം പോലീസ് സ്റ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ പാർട്ടി നേതാക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും ഓഫീസർമാർ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ വന്നത്. അത്തരമൊരു ഓട്ടോണമി, അത്തരമൊരു ഇൻഡിപെൻഡൻസ് പോലീസ് സ്റ്റേഷനുകൾക്ക് കൊടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചടിച്ചു. അതാണ് PV അൻവറൊക്കെ വന്ന് പത്രസമ്മേളനം നടത്തിയത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ? നേതാക്കന്മാർക്ക് പുല്ലുവിലയാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നത് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത്. അത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് ഇക്കുറി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാവും.